സിന്ദൂരരേഖ ഭാഗം 111. ഉണ്ണി, കുറച്ചധികം നാളുകളായിട്ട് ഇവരുടെ ഒരു കൂട്ടം ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെ മാത്രമല്ല, നിന്നെയും അമ്മയെയും എന്തിന് അമ്മുവിനെ വരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് നാളുകൾ മുന്നേ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈയിടെയായിട്ട് ഒരു കൂട്ടം ആളുകൾ ചുറ്റും വാച്ച് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഒടുക്കം കൂട്ടത്തിലുള്ള ഒരുത്തനെ ഞാനങ്ങ് പൊക്കി. അവർ കൊടുത്തതിലും ഒരു 2 ഇരട്ടി പണം ഞാൻ കൊടുത്തപ്പോൾ അവൻ കാര്യങ്ങളെല്ലാം മണിമണിയായി പറഞ്ഞു തന്നു. അവനോടിങ്ങനെ വാച്ച് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അമ്മാവനായിരുന്നു. അങ്ങനെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാൾക്ക് സാമുവലുമായിട്ട് ബന്ധമുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഇതിനെല്ലാം പ്രധാന സൂത്രധാരൻ അയാളാണ് എന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിയുന്നത്. പിന്നീട് ഞാൻ പിടിച്ചു വെച്ചവൻ തന്നെയാണ് എന്നോട് വന്ന് പറയുന്നത് ഇവരെന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അവരങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരുപടി മുന്നേ ഞാൻ ചിന്തിച്ചു. അവരെനിക്കായിട്ട് വെച്ച കെണിയിൽ ഞാൻ അവരെ പൂട്ടി. അതെങ്ങനെ? രാത്രി സൂര്യൻ്റെ അടുത്തേക്ക് പോകണമെന്ന് കരുതി തന്നെയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ട് സുനിൽ, അതായത് ഇവരുടെ ഗുണ്ട, ഇപ്പോൾ അവൻ എൻ്റെ കീഴിലാണ്. അവൻ എന്നെ വിളിക്കുന്നത്. അവൻ വിളിച്ചിട്ട് പറഞ്ഞത് അമ്മാവൻ്റെ ആളുകൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവനിലയത്തിൻ്റെ മുന്നിൽ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെന്നാണ്. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇവരെ 2 പേരെയും ഒരുമിച്ച് വലയിലാക്കാൻ പറ്റി. ഞാൻ കരുതിയത് നമ്മുടെ അമ്മാവനെ മാത്രമേ കിട്ടൂന്നാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്ക് 2നെയും കിട്ടി. അപ്പോൾ ആ ബിൽഡിങ് അതാരുടെയാണ്? അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡെൻ്റൽ സെക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്. ഇക്കാര്യങ്ങളെല്ലാം വളരെ നിസ്സാരമായ എന്ന രീതിയിലായിരുന്നു മനു അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാം നീ ഇപ്പോൾ നിനക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് കൂട്ടിക്കോർത്ത് മനസ്സിലാക്കിയെടുത്തതാണ്. പക്ഷേ ഇതെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ നമുക്ക് സിറിൽ സാറിനും അയാളുടെ മകനും എതിരായിട്ടുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ. സൂര്യൻ അല്പം കാര്യമായിട്ട് തന്നെയായിരുന്നു അവനോടത് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ സിറിൽ സാറിനെതിരായിട്ടുള്ള തെളിവുകളുണ്ടല്ലോ, അത്രമാത്രം മതി. എന്തായാലും അവൻ ഒറ്റയ്ക്ക് കുടുങ്ങില്ല. കുടുങ്ങുമ്പോൾ ഇവനെയും ഒറ്റക്കൊടുക്കും. ഇവറ്റകളുടെയൊക്കെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇപ്പം തന്നെ ഞാനൊന്ന് ചോദ്യം ചെയ്തപ്പോൾ തന്നെ സാമുവൽ ആദ്യം പറഞ്ഞത് ഇതിനെല്ലാം പ്രധാന ഉത്തരവാദി നമ്മുടെ സ്വന്തം അമ്മാവനാണെന്നാണ്. അമ്മാവനാണെങ്കിൽ ഇതിനെല്ലാം കാരണം സിറിൽ സാറാണെന്നും പറഞ്ഞു കഴിഞ്ഞു. കൂട്ടിയും കുറച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും എല്ലാവരും പരസ്പരം പാര പണിത് ഒടുക്കം അത് അവർക്ക് തന്നെ വിനയായി വരുമെന്ന് ഉറപ്പാണ്. സൂര്യൻ സംശയത്തോടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനു ആത്മവിശ്വാസത്തോടെ ഇങ്ങനെയാണ് ഉത്തരം കൊടുത്തത് അവന്. പക്ഷേ ഇതിനിടയിൽ എന്നെ മാത്രം ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം നടന്നിട്ടുണ്ട്. അതിന് പകരം ഞാൻ തന്നെ ചോദിക്കും. അവരുടെ കാര്യം നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാം എന്ന് സമ്മതിച്ചുവെങ്കിലും അവൻ വീണ്ടും ഇക്കാര്യം കൂടി സൂര്യനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അതെന്താ? എൻ്റെ നഷ്ടങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിലേറ്റവും വലിയ നഷ്ടം. അങ്ങനെയാണ് മനു അതിനുത്തരം കൊടുത്തത്. ഏട്ടാ, അനവദ്യ, അവളാണ് എൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ശത്രു. ശത്രു എന്ന് പറയാനാവില്ല, അങ്ങനെ പോലും പറയാനുള്ള യോഗ്യതയില്ല അവൾക്ക്. അവളെ ഏട്ടൻ അന്നത്തെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നിഴൽ പോലെ ഞാൻ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. ഏട്ടൻ എന്താ പറയുന്നത്? തലയും പാലും ഇല്ലാത്ത രീതിയിൽ മനു വീണ്ടും ഓരോന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ണി വീണ്ടും അവനോട് സംശയത്തോടെ ചോദിച്ചു പോയി. ബീച്ചിലെ ആ കരിങ്കൽ കെട്ടിലിരിക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ തണുത്ത കാറ്റ് മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മനുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. ഇരുട്ടിലേക്ക് നോക്കി കല്ലിച്ച ഭാവത്തോടെ ഇരിക്കുന്ന തൻ്റെ ഏട്ടനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ ഉണ്ണി തളർന്നു നിന്നു. അപ്പോൾ സാമുവലും അമ്മാവനും മാത്രമല്ലല്ലോ, ഇതിനിടയിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചിരിക്കുന്ന സിറിലിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണ്ടേ? സാമുവൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ നാട്ടിലേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്പസമയം കഴിഞ്ഞതും എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം സൂര്യൻ ഗൗരവത്തിൽ അവനോട് സംശയത്തോടെ ചോദിച്ചു. മനു പതുക്കെ തല തിരിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പരിഹാസ ചിരി വിരിഞ്ഞു. അയാളുടെ മോൻ സാമുവൽ ഇവിടെ എൻ്റെ മുന്നിൽ ജീവന് വേണ്ടി യാചിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വേറൊരുത്തിയും കൂടെയുണ്ട്, സാനിയ സിറിൽ, അയാളുടെ പ്രിയപ്പെട്ട മകള്. ആ പേര് കേട്ടതും ഉണ്ണി ഞെട്ടിപ്പോയി. സാനിയയോ? അവളും ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഒരു നിമിഷത്തേക്ക് ഉണ്ണിയൊന്ന് ഞെട്ടി. അന്ന് ഡെർമറ്റോളജി വിഭാഗത്തിലേക്ക് അവളെ അപ്പോയിൻ്റ് ചെയ്യാൻ മനു പറയുമ്പോൾ ഉണ്ണിക്ക് അതത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവൻ അവളെ അപ്പോയിൻ്റ് ചെയ്തു. പക്ഷേ അപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അവളെ ഉണ്ണി കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്രയും നാളായിട്ടും അവളുടെ അടുത്ത് നിന്ന് മോശപ്പെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവൃത്തിയോ അവന് കണ്ടെത്താനായിട്ടില്ല. എല്ലാവരോടും വളരെ കൃത്യമായിട്ട് വളരെ പക്വതയോടെ എല്ലാ പേഷ്യൻസിനോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന അവളെ കണ്ടപ്പോൾ
ഒരു നിമിഷം താൻ അവൾ നല്ലവളായിരിക്കും എന്ന് കരുതി പോയിരുന്നു. പക്ഷേ ഏട്ടാ, അവളെ ഞാൻ ശ്രദ്ധിക്കാറുള്ളതായിരുന്നു. ഇതുവരെ അവളായിട്ട് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ണി ആലോചനയോടെ അവനോട് പറഞ്ഞു. സിറിൽ സാറ് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? സാമൂല് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, നമ്മുടെ സ്വന്തം അമ്മാവൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇവരെല്ലാം ഒളിച്ചും പാത്തും ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടുണ്ണി. മനു ഗൗരവത്തിൽ തന്നെ ഉണ്ണിയോട് അതിന് ഉത്തരം പറഞ്ഞു. സാനിയ എന്ത് ചെയ്തു എന്നാണ് ഏട്ടൻ പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിലുള്ള പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് അവൾ അമേരിക്കയിലുള്ള സിറിലിന് ഫോർവേഡ് ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചതാണ്. പക്ഷേ അവളുടെ അടവ് മനസ്സിലാക്കി അവൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഫേക്ക് ഡീറ്റെയിൽസ് ആയിരുന്നു. അതുകൂടി കേട്ടതും ഉണ്ണിയാകെ ഞെട്ടിപ്പോയതുപോലെ ആയിരുന്നു. താൻ കാണുന്നതിലും അറിയുന്നതിലും കൂടുതലായിട്ട് അതിനൊക്കെ അപ്പുറത്താണ് ഓരോരുത്തർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഒരു തവണ എനിക്കൊരു തെറ്റുപറ്റിയതാണ്. പക്ഷേ ഇനി അതുണ്ടാവാൻ പാടില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്തത്. നമ്മൾ എത്രയൊക്കെ കണക്ക് കൂട്ടി ചെയ്താലും ചെറിയൊരു പിഴവുണ്ടെങ്കിൽ എല്ലാം താറുമാറാകും. എല്ലാം ഒന്നേന്ന് തുടങ്ങി ഒടുക്കമൊരിക്കൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇന്നിപ്പോൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. വീണ്ടും എല്ലാം തകർന്നവനെ പോലെ ആകാൻ എനിക്കാവില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടുകളും അത്രമേൽ സൂക്ഷ്മതയുള്ളത് തന്നെയാണ്. മനു പറഞ്ഞതും ഉണ്ണിക്കതിൽ കൂടുതലൊന്നും പറയാനുണ്ടായിരുന്നില്ല. സൂര്യനും അങ്ങനെ തന്നെയായിരുന്നു. കാരണം മനുവിൻ്റെ ആദ്യത്തെ തകർച്ച കണ്ടപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നെല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കാണുകയായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് മനുവിന് പോലും അറിയില്ലായിരുന്നു എന്നതായിരുന്നു മറ്റൊരു വാസ്തവം. പക്ഷേ ഇന്നിപ്പോൾ ചെറിയൊരു ലൂപ്പ് ഹോൾ പോലും അടച്ചുകൊണ്ട് മനു ഒന്നാകെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സാനിയ ഇപ്പോൾ അമേരിക്കയിലാണ്. അവൾ അവിടെ സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ നമുക്കെങ്ങനെ അവളെയും ആ സിറിലിനെയും ഒക്കെ നാട്ടിലെത്തിക്കാൻ പറ്റും? സാമുവൽ വിളിച്ചാൽ മാത്രം സിറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. അതിനാദ്യം സാനിയ തന്നെ നാട്ടിലേക്ക് വരണം സൂര്യ. അവൾ വന്നാൽ സിറിൽ സാർ വരും. സാനിയെ ഇങ്ങോട്ട് എത്തിക്കാൻ ഞാനൊരു കെണി ഒരുക്കിയിട്ടുണ്ട്. എന്ത് കെണി? ഉണ്ണി ആകാംക്ഷയോടെ തന്നെ ചോദിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് സാനിയയുടെ അമേരിക്കയിലുള്ള അക്കൗണ്ടിലേക്ക് ബിസിനസ് ആവശ്യത്തിനെന്ന വ്യാജേന വലിയൊരു തുക വന്നിട്ടുണ്ട്. അതയച്ചത് മറ്റാരുമല്ല, എൻ്റെ അമ്മാവനാണ്. തറവാട്ടിലെ പല ബിസിനസ് ഇടപാടുകളുടെയും പണം അമ്മാവൻ അവൾക്ക് രഹസ്യമായി കടത്തുകയായിരുന്നു. അങ്ങനെ അവരിരുവരും ചേർന്ന് നടത്തിയ കള്ളപ്പണത്തിൻ്റെ ഇടപാടിൻ്റെ തെളിവുകളും ഒപ്പം അവൾ അമേരിക്കയിലിരുന്ന് അമ്മാവനുമായി നടത്തിയ ഫോൺ കോളുകളുടെ റെക്കോർഡിങ്ങും ഞാൻ സുനിൽ വഴി കൈക്കലാക്കി. വല്ലാത്തൊരു നേട്ടം കൈവരിച്ച രീതിയിൽ മനു പറയുന്നത് കേട്ടതും ഉണ്ണിയും മനുവും ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ അവൻ പറയുന്നതെല്ലാം കേൾക്കുകയായിരുന്നു. സാമുവൽ സാനിയയെ വിളിക്കും. അമ്മാവനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും ആ കള്ളപ്പണത്തിൻ്റെ ഫയലുകൾ ലീക്കായെന്നും FBI അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നും അവൻ പറയും. രക്ഷപ്പെടണമെങ്കിൽ ഈ രാത്രി തന്നെ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ അവൻ സാനിയയോട് ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ അവിടുത്തെ പോലീസിന് കാര്യങ്ങൾ കൈമാറുവാണെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമായി മാറുമെന്നും പറയും. അപ്പോൾ പിന്നെ അവൾക്ക് നാട്ടിലേക്ക് വരിക എന്നല്ലാതെ വേറൊരു വഴിയും കാണില്ല. സിമ്പിൾ. മനുവിൻ്റെ പ്ലാൻ കേട്ട് സൂര്യൻ പോലും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. സാനിയ കുടുങ്ങിയാൽ മകളെ രക്ഷിക്കാൻ സിറിൽ സാർ കൊച്ചിയിലേക്ക് ഓടിയെത്തും. പക്ഷേ നിയമമൊക്കെ നിന്റെ കയ്യിലല്ലേ സൂര്യ? മനു സൂര്യൻ്റെ തോളിൽ തട്ടി. സാനിയ പുലർച്ചെ കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ അവളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്റെ പോലീസ് ഫോഴ്സ് ഉണ്ടാകണം. അവളെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിഞ്ഞ് സിറിൽ സാർ നേരെ വരുന്നത് എൻ്റെ ആ പഴയ ഡെൻ്റൽ ബിൽഡിങ്ങിലേക്കായിരിക്കും. കാരണം തൻ്റെ മകനും അമ്മാവനും അവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. അവിടെ വെച്ച് നമുക്ക് ഈ അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. ബീച്ചിലെ ഇരുട്ടിൽ നിന്നും അവർ 3 പേരും നേരെ വണ്ടി കയറിയത് മനുവിൻ്റെ ബിൽഡിങ്ങിലേക്ക് തന്നെയായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. സാമുവലും അമ്മാവനും കസേരയിൽ കെട്ടിയിട്ട് ചോരയൊലിപ്പിച്ച് കിടക്കുന്നു. മനു നേരെ ചെന്ന് സാമുവലിൻ്റെ കെട്ടുകൾ പോലും അഴിച്ചു മാറ്റാതെ അവൻ്റെ മുന്നിലേക്ക് ഫോൺ എറിഞ്ഞു കൊടുത്തു. വിളിക്കടാ നിൻ്റെ അനിയത്തിയെ. ഞാൻ പറഞ്ഞതുപോലെ സംസാരിച്ചോണം. കള്ളപ്പണ കേസിൽ FBI അവളുടെ പിന്നാലെ ഉണ്ടെന്നും ഉടനെ ഇന്ത്യയിലേക്ക് കടക്കണമെന്നും നീ പറയണം. എന്തെങ്കിലും തിരിമറി കാണിച്ചാൽ പിന്നെ നിനക്ക് ഈ കഴുത്തുണ്ടാവില്ല. മനുവിൻ്റെ ശബ്ദത്തിലെ പൈശാചികത കണ്ട് അമ്മാവൻ ഭയന്നു വിറച്ചു. സാമുവൽ വിറയ്ക്കുന്ന വിരലുകളോടെ അമേരിക്കയിലുള്ള സാനിയയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ സാമുവൽ, എന്താ ഈ സമയത്ത്? അപ്പുറത്തു നിന്ന് സാനിയയുടെ തണുത്ത ശബ്ദം കേട്ടു. സാനിയ, എല്ലാം തകർന്നു. അനന്തനെ ആരോ പൊക്കി. അയാൾ നിനക്ക് അയച്ചു തന്ന ആ തറവാട്ടിലെ പണത്തിൻ്റെ രേഖകൾ പോലീസിന് കിട്ടി. നിന്നെ തിരഞ്ഞ് FBI വരും. നീ ഇപ്പോൾ തന്നെ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് പോര്. അവിടെ വല്ല കേസായാലും നമുക്കൊന്നും ചെയ്യാനാവില്ല. നാട്ടിലാണെങ്കിൽ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കാം. ഡാഡിയെ ഞാൻ വിളിച്ചോളാം. വേഗം ഇറങ്ങ്. സാമുവൽ മനുവിൻ്റെ കയ്യിൽ കത്രികയിലേക്ക് നോക്കി പേടിയോടെ പറഞ്ഞു. അപ്പുറത്ത് സാനിയ ഒരു നിമിഷം നിശബ്ദയായി. ഓക്കെ, ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ അങ്ങോട്ടെത്താം. ഡാഡിയോടും ഉടനെ കൊച്ചിയിലെത്താൻ പറ. ഫോൺ കട്ടായി.
മനു ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു. അവൻ സൂര്യനെ നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.